ഹേ ഗായ്സ്, ലൈഫ് ലെസൺ ചാപ്റ്റർ 1. ഇതെൻ്റെ മാത്രം ഒപ്പീനിയനാണ്. ഇഫ് യു ആർ എ ഗേൾ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതം ഒരിക്കലും മറ്റൊരാളുടെ ടൈം ടേബിളല്ല ഓടേണ്ടത്. ഫസ്റ്റ് തിങ്, ഡോണ്ട് മാരി ഏർലി. മാരേജ് എന്ന് പറയുന്നത് അത് ലൈഫിലൊരു പാർട്ട് മാത്രമാണ്. ഒരിക്കലും നിങ്ങൾ കരിയറിനെക്കാളിലോ ഡ്രീമിനെക്കാളിലോ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. 18 വയസ്സിൽ നിങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങളൊരു വലിയൊരു വേൾഡിനെയാണ് അവിടെ മിസ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഒരു സെൽഫ്, അതായത് ഒറ്റയ്ക്കുള്ളൊരു സമയം, ഒറ്റയ്ക്കുള്ള കുറേ കാര്യങ്ങൾ പഠിക്കുക, സെൽഫ് ഇൻഡിപെൻഡൻസി ഒക്കെ അവിടെ മിസ് ചെയ്യാണ്. നിങ്ങൾ വേറൊരാളായിട്ട് ഡിപ്പെൻഡൻ്റ് ആയി പോകും. ചില ആൾക്കാർ പറയും കല്യാണം കഴിഞ്ഞാലും അടിപൊളി ലൈഫ് കിട്ടും, പഠിക്കാൻ പറ്റും ഒക്കെ പറഞ്ഞേക്കാം. പക്ഷേ ആ ലൈഫ് നിങ്ങൾക്കൊരു 25 വയസ്സ് കഴിഞ്ഞിട്ടും കിട്ടാവുന്നതാണ്. പക്ഷേ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം വന്നിട്ട് നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ സ്റ്റിയറിങ് മറ്റൊരാൾക്ക് കൊടുക്കരുത്. അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞാലേ അത് നിങ്ങളുടെ കയ്യിൽ നിൽക്കത്തുള്ളൂ. ഒരിക്കലും നിങ്ങൾ പീപ്പിൾ പ്ലീസിങ്ങിന് വേണ്ടി ജീവിക്കരുത്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ കുടുംബക്കാരായിക്കോട്ടെ, നിങ്ങളെ ഫോഴ്സ് ചെയ്യിപ്പിക്കും പല സ്ഥലത്തും എസ് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ എല്ലായിടത്തും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഒപ്പീനിയനും നിങ്ങളുടെ ഒരു കറക്റ്റ് വേ ഓഫ് എസ് ഓർ നോ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളെ ലൈഫ് നിങ്ങളുടെ കയ്യിലായിരിക്കില്ല. അത് പല ആൾക്കാരെ കാര്യം നിയന്ത്രിക്കുക. സോ നോ പറയേണ്ടടുത്ത് പക്ക നോ പറയാതെ ആരായിക്കോട്ടെ. മൂന്നാമത്തെ കാര്യം എന്ന് വന്നിട്ട് സെൽഫ് ഇൻഡിപെൻഡൻസിയാണ്. അതായത് നിങ്ങൾ സ്വയം നിലകൊള്ളാൻ പഠിക്കുക എന്നുള്ളതാണ്. അത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ, മെൻ്റലി ആയിക്കോട്ടെ, വേറെ എന്ത് കാര്യത്തിലായിക്കോട്ടെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ്. സെൽഫ് ഇൻഡിപെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാനും സ്ട്രോങ് ആയിട്ട് നിൽക്കാനും പറ്റും. അവിടെ നിങ്ങൾക്ക് ആരെയും ഭയപ്പെടേണ്ട ഒരു ആവശ്യം വരില്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു 18 വയസ്സാകുമ്പോൾ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയെങ്കിലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റുമോ എന്നുള്ളത്. നല്ല വഴികളിലൂടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കഴിവുകൾ ഇമ്പ്രൂവ് ചെയ്തിട്ട് അതുവഴി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനെങ്കിലും നിങ്ങളൊരു 50 രൂപയെങ്കിലും ഉണ്ടാക്കിയെന്ന് കണ്ടാൽ അത് നിങ്ങളുടെ ഒരു കരിയറിന് ഒരു വലിയൊരു കാര്യം തന്നെ ആയിരിക്കും. ഞാൻ എൻ്റെ ഒരു 18 വയസ്സ് മുതൽ എൻ്റെ മാക്സിമം ഞാൻ ഏൺ ചെയ്യാൻ ശ്രമിക്കലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 21 ആയപ്പോഴത്തേനും എനിക്ക് സ്വന്തമായിട്ടൊരു ഫോണൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രൗഡായിട്ടുള്ള കാര്യം തന്നെയാണ്. സോ നിങ്ങളാരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ഇവിടെ ഈ ലോകത്ത് ജീവിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ്സിനും കൂടിയും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം അത്രയ്ക്കുള്ളൂ. ബൈ.